എടോ തമ്പി, തന്റെ മാനസികാവസ്ഥ മറ്റാരെക്കാളും എനിക്കറിയാൻ പറ്റും. ഏതായാലും വലിയ ആപത്തൊന്നും കൂടാതെ രക്ഷപ്പെട്ടല്ലോ. ഇതോടെ ഒരുപക്ഷെ ജയന്റെ മനസ്സ് മാറിയേക്കാം. മാറില്ലടോ. അവളെ കെട്ടുമെന്ന് അവൻ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ അവന്റെ മുഖം കണ്ടതാ. ഉള്ളി തട്ടിയ അവനത് പറഞ്ഞു. എനിക്ക് ഒരുത്തരുള്ളത് ഗൾഫിലായത് ഭാഗ്യമായി, അല്ലെങ്കിൽ അവൻ ആ ഓടതാവട്ടോ അവനെ അടിച്ചോണ്ട് പോയേനെ. തുടക്കം മുതലേ ഒരുപാട് ഏടാകുടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ജയമോഹനിൽ നിന്ന് ഇങ്ങനൊരു വഴിത്തിരിവ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നാൻ അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട. സൂസന്നെ ഞാൻ പെണ്ണ് കാണാൻ ചെന്നപ്പോ സത്യത്തിൽ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടത് അവളോടുത്ത സാരി കണ്ടിട്ടാ. ജയന് രജനിയോട് സ്നേഹം തോന്നിയത് അവളെടുത്തിരുന്ന തുണിയും മണിയും കണ്ടിട്ടൊന്നും അല്ല. അങ്ങനെയാണ് അതുപോലെ ഒരു തുണി മേടിച്ചെടുത്ത് പ്രശ്നം പരിഹരിക്കായിരുന്നില്ലേ? താൻ മൃഗങ്ങളെ പോലെ ചിന്തിക്കല്ലേ ചെറിയാച്ചാ. നിങ്ങൾ കാര്യത്തിലേക്ക് വാ. അവനൊരു തീരുമാനമെടുത്താൽ എടുത്തതാ. കൊച്ചുനാളിലെ ഉള്ള ശീലമാ. അതാ എനിക്ക് പേടി. താൻ വിഷമിക്കണ്ടോ തമ്പി. അവൻ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞുള്ളൂ. അവൾക്ക് ഇഷ്ടമാണോ എന്ന് നമുക്കറിയില്ലല്ലോ. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. സംഗതി അറിഞ്ഞ പിന്നെ തമ്പി അമ്മയും ജലപാനം കഴിച്ചിട്ടില്ല. ഈ ജയൻ ഒരു എടുത്തിയാട്ടക്കാരനാ. എന്തെപ്പ ചെയ്യുമെന്ന് അവന് പോലും അറിഞ്ഞുകൂടാ. ഞങ്ങൾ ട്രൂപ്പ് തുടങ്ങാൻ പോയപ്പം പാര വെക്കാൻ നടന്നവനാ ഇവൻ. ആ ജയനല്ലേ ഒരു സുപ്രഭാതത്തിൽ ട്രൂപ്പിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്തത്. അതുപോലൊരു സംഭവമായിട്ട് ഇതും കരുതിയാ മതി. വൈശാഖനും രജനിയുമായിട്ടുള്ള ഡൈവോഴ്സ് ഇന്നോ നാളെയോ നടക്കുമായിരിക്കും. എന്നാൽ ഉടനെ വേറൊരു വിവാഹം എന്നൊക്കെ പറയുമ്പോ അതെ, അങ്ങനെ ഒരു ജീവിതം ഞാൻ മോഹിച്ചിട്ടില്ല. ഞാൻ കാരണം ആരും വേദനിക്കരുതെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതാ എന്റെ ജീവിതം ഇങ്ങനെയായത്. ആർക്കും ഒരു ഭാരമാവാതെ ഇത് അവസാനിപ്പിച്ചാലോ എന്ന് പലവട്ടം ആലോചിച്ചതാ. അച്ഛനെ ഓർത്തിട്ട് മാത്രം. അയ്യോ കരയാതെ കുട്ടി. ദുഃഖവും പ്രയാസവും ഇല്ലാത്തവരാരാ ഉള്ളത്? ഉള്ളത് പറഞ്ഞാൽ ഈ ആണുങ്ങൾ മുഴുവൻ സ്വാർത്ഥന്മാരാ. തമ്പിയുടെ സ്വാർത്ഥത പറഞ്ഞു, അത് ഞങ്ങൾ കുട്ടിയെ അറിയിച്ചു. അങ്ങനെ കരുതിയാ മതി. ആരെ കെട്ടണം, ആരെ ഉപേക്ഷിക്കണം എന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ മാറ്റേഴ്സാ. രജനിക്ക് ജയനെ ഇഷ്ടമാണെങ്കിൽ തുറന്നു പറ, ഞങ്ങളെ കല്യാണം നടത്തി തരാം. അതെ, സർവീസിലിരുന്ന കാലത്ത് ഒത്തിരി പേരുടെ പ്രാക്ക് കിട്ടിയിട്ടുള്ളതാ. ഇനി വയസ്സാം കാലത്ത് സ്നേഹിക്കുന്നവരെ തമ്മി പിരിച്ചിട്ട് ആ ശാപം കൂടി വലിച്ചു വെക്കണോ? രജനി ഒരു ഒളിച്ചോട്ടത്തിലുള്ള ധൈര്യം സംഭരിക്കൂ. കേരളത്തിന്റെ ബോർഡർ കടക്കുന്നവരെ വിവരം തമ്പി അറിയാതിരിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. കിണറ്റിലെ വെള്ളത്തിൽ ആ മുഖമൊന്ന് കഴുകൂ, അല്പ ആശ്വാസം കിട്ടും. പൊയ്ക്കോളൂ. പാവം. രജനിയെ പിന്തിരിപ്പിക്കാമെന്ന് തമ്പിക്ക് വാക്കു കൊടുത്തിട്ടല്ലേ നമ്മൾ പോന്നത്? അതെ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? ജയനെ വിവാഹം ചെയ്ത കാര്യം സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രജനിയെ നമ്മൾ വിവാഹത്തിന് പ്രേരിപ്പിച്ചു. സുന്ദരിയായ ഒരു പെൺകുട്ടി നമ്മുടെ മുമ്പിൽ നിന്ന് മറയില്ലാതെ കരയുമ്പോ പിന്നെ നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ സുന്ദരിമാരുടെ കണ്ണുനീര് തനിക്ക് ഒരു വീക്ക്നെസ് ആണല്ലേ? തമ്പി സാറും മുത്തശ്ശിയൊക്കെ വളരെ നല്ലവരാ. എന്റെ പേരും പറഞ്ഞ് അവരെ എന്തിനെങ്ങനെ വേദനിപ്പിക്കുന്നത്? എന്റെ അവസ്ഥ മനസ്സിലാക്കി എനിക്കൊരു ജീവിതം വാഗ്ദാനം ചെയ്തല്ലോ. ആ മനസ്സ് ഞാൻ ഒരിക്കലും മറക്കില്ല. പക്ഷേ 14-ാം തീയതി കേസിന്റെ അവധിയാ. കൂട്ടിക്കൊണ്ടു പോവാൻ അച്ഛൻ വരും. പോയാ പിന്നെ എന്റെ വീട്ടുകാർ വേദനിക്കുമെന്ന് കരുതിയാണോ? അതോ അവര് സമ്മതിക്കും? ഞാൻ സമ്മതിപ്പിക്കാം. സാറിനെ കാത്ത് നിൽക്കുകയായിരുന്നു. എന്താ കാര്യം? രജനിയുടെ കേസ് നാളെയാ. അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. കൊണ്ടുപോകണം. അതിന് ഞാനെന്ത് വേണം? ഇവിടെ വന്നപ്പോഴാ എല്ലാം അറിഞ്ഞത്. കേട്ടപ്പോ സന്തോഷം തോന്നി.
അവൾ ഒരു നിമിഷമെങ്കിലും ചിരിച്ചു കാണാനുള്ള ഒരച്ഛന്റെ അത്യാഗ്രഹം എന്ന് കൂട്ടിക്കൊള്ളൂ. സ്വീകരിച്ചില്ലേലും എന്റെ കുഞ്ഞിനെ ശപിക്കരുത്. എന്തായി കാണിക്കുന്നത്? പോട്ടെ. പോയിട്ട് വരട്ടേന്ന് പറ മോളെ. അതെ, നാളെ 2 നാടകമുണ്ട്. ഞാൻ നാളെ കോടതിയിൽ വരാം. വരട്ടെ സതി. ചേച്ചി പോയിട്ട് വരില്ലേ? നാളെ കോടതിയില് തന്നോടൊപ്പം കഴിയാൻ അവൾക്ക് മനസ്സില്ലെന്ന് പറഞ്ഞാലേ ഈ ഒച്ച വെച്ചതും ഇടിച്ചതും ഒക്കെ വെറുതെയാവും. എന്റെ കൂടെ പൊറുക്കാൻ വേണ്ടിയാണോ സാറേ ഈ വരട്ടെല്ലാം? വൈശാഖം വാക്ക് മാറില്ല. കാറുമായി നാളെ കോടതി വരണം, അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ. ആ ശരി. അവന്റെ ഭീഷണി കേട്ട് മോള് പേടിക്കാതെ നാളെ കോടതിയിൽ തീർത്ത് പറഞ്ഞേരെ അവരോടൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന്. അതോടെ ദുരിതങ്ങളെല്ലാം തീരും. തന്റെ ഇടവും ആത്മാർത്ഥതയും ഉള്ളവനാ ജയൻ. അത് മോള് മറക്കരുത്. നിൽക്കുന്ന വൈശാഖനും നിങ്ങളും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്തുന്നതിന് നിങ്ങൾ സമർപ്പിച്ചിരുന്ന ഹർജിയിന്മേൽ തീർപ്പ് കൽപ്പിക്കുന്നതിന് ഈ കോടതി 6 മാസ സമയം അനുവദിച്ചിരുന്നു. വിവാഹമോചനം ഒഴിവാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വീണ്ടും വിചാരത്തിന് വേണ്ടിയാണ് സമയം അനുവദിച്ചതെന്ന് അറിയാമോ? അറിയാം. നിങ്ങളുടെ ഭർത്താവിനെതിരെ ഹർജിയിൽ നിങ്ങൾ പറഞ്ഞിരുന്ന പരാതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭർത്താവിന് വിവാഹമോചനം ആവശ്യമില്ലെന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. കേട്ടു. നിങ്ങൾക്ക് വിവാഹമോചനം ആവശ്യമാണോ? വൈശാഖനുമായുള്ള വിവാഹബന്ധം വേർപെടുത്താൻ ഇപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ല. അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ ഞാൻ ഒരുക്കമാണ്. കാരണം സാറിനും കുടുംബത്തിനും ഒന്നും സംഭവിക്കരുത്. പോട്ടെ.
എന്റെ മോക്ക് വേണ്ടി അച്ഛൻ ആദ്യമായി ഒരു ശരി ചെയ്തു. ആ ജയനും രജനിയും വരുന്നു. എടോ തമ്പി, മണി 6 ആയടോ. മക്കൾ എങ്ങോട്ടാ? ഇന്ന് രജനിക്ക് ചെക്കപ്പ് ഉണ്ട്. സൂക്ഷിച്ചു പോണം. റോഡ് മുഴുവൻ കുണ്ടും കുഴിയുമാണേ. മരുമോക്ക് ഇത് എത്ര മാസമായോടോ? 6 or 7? 7. 3-4 വർഷങ്ങൾ പോയ പോക്കേ. അപ്പൂപ്പനാകാൻ പോണു. അച്ഛാ, അട്ടക്കുളങ്ങര അമ്പലക്ഷം വിളിച്ചിരുന്നു. നമ്മുടെ ഈ വർഷത്തെ പുതിയ നാടകത്തിന് പേരിട്ടെന്ന്. എന്താ പേര്? പിന്നെയും പുലിവാല്. ഓക്കേ.